ഹായ് ഫ്രണ്ട്സ്, വളരെ പോപ്പുലറായിട്ടുള്ളൊരു കമ്പനിയാണ് നമ്മുടെ ശക്തി എന്ന് പറഞ്ഞൊരു കമ്പനി. തമിഴ്നാട് ബേസ്ഡ് ആയിട്ടുള്ളൊരു ആംപ്ലിഫയറാണ്. വളരെ സക്സസ് ആയിട്ട് അവർ വർഷങ്ങളായിട്ട് ബോർഡ് ഇറക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ തന്നെ ഒരു മോണോ ആമ്പാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. സബ് വൂഫറിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു മോണോ ആമ്പാണിത്. അപ്പോൾ ഈ ഒരു ആമ്പിലിട്ടിരിക്കുന്ന ട്രാൻസിസ്റ്റർ TTA ആണ്, സീരീസാണ് ഇട്ടിട്ടുണ്ട്. AV എന്ന് പറയുന്നൊരു കമ്പനിയുടെ ട്രാൻസിസ്റ്റേഴ്സാണ് അവർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ കൂടാതെ തന്നെ ഈ ഒരു ആംപ്ലിഫയർ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ചെറുതാണ്. നേരത്തെ വന്നുകൊണ്ടിരുന്ന ബോർഡ് എന്ന് വെച്ചാൽ ഈ PCB സൈസ് കുറച്ചും കൂടെ നീളം കൂടിയൊരു സൈസിലാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ PCBയുടെ സൈസ് ഒന്ന് കുറച്ചിട്ട് കമ്പോണൻസ് ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാര്യം പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഡ്രൈവർ ട്രാൻസിസ്റ്ററൊക്കെ തിരിഞ്ഞ് വരുമായിരുന്നു. പിന്നെ ഈ കാണുന്ന ഫീസബിൾ റെസിസ്റ്ററുകളെ ബെഡ് ടൈപ്പിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ അതിനെ കുറച്ച് വ്യത്യാസം വരുത്തി PCB വളരെ നല്ല രീതിയിൽ ചെറുതാക്കിയിട്ടാണ് ഇപ്പോൾ വരുന്നത്. പുറകെ സൈഡിലൊരു റെഡ് കളറിലുള്ളൊരു മാസ്കിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഈ ഒരു ഹീറ്റ് സിങ്കിൻ്റെ സൈസും കുറച്ചും കൂടെ ഒന്ന് ചെറുതായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാർക്കറ്റിൽ ഇപ്പോൾ കമ്പോണൻസിൻ്റെ വിലയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അവർക്ക് വില കൂട്ടാനും പറ്റത്തില്ല. കൂടെ തന്നെ വില അവർക്ക് ഒരിക്കലും കൂട്ടാനും പറ്റത്തില്ല. ആ ഒരു മാർക്കറ്റിൽ പിടിച്ച് നിൽക്കണം എന്നുള്ള ആ ഒരൊറ്റ ഇതിലാണ് അവർ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ വളരെ ചെറുതാക്കി, ഒരു PCBയുടെ സൈഡ് ചെറുതാക്കി. കമ്പോണൻസിനൊന്നും മാറ്റമില്ല, പക്ഷേ അവർ നേരത്തെ ഉണ്ടായിരുന്ന PCB നിന്നും കുറച്ചും കൂടെ അറേഞ്ച് ചെയ്ത് അതൊന്ന് ചെറുതാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കമ്പോണൻസൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതാണ് നേരത്തെ ഉണ്ടായിരുന്ന ആ ബോർഡിൽ നിന്നും ഇനി മുമ്പ് ഉണ്ടായിരുന്ന ബോർഡിൽ നിന്ന് കുറച്ച് തികച്ചും വ്യത്യസ്തമായിട്ട് വരുന്നത്. ജസ്റ്റ് ഒരു കണക്ഷൻ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഇവിടെയാണ് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട് വരുന്ന. DC സപ്ലൈ ആണ്. ഡയറക്റ്റ് നമ്മൾ AC കൊടുക്കാൻ പാടില്ല, DC ആണ് കൊടുക്കാനായിട്ടുള്ളത്. പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട് നമുക്കിവിടെ കൊടുക്കണം. ഓഡിയോ സിഗ്നൽ ഇൻപുട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുക്കാനായിട്ടുള്ളത്. വളരെ വ്യക്തമായിട്ട് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ സ്പീക്കർ ഔട്ട്പുട്ടാണ് ഇവിടെ വരുന്നത്. ഇത് നല്ലൊരു കാര്യമാണ്. കാര്യം പണ്ട് നേരത്തെ വന്നുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബോർഡുകളിലും പല കമ്പനിയുടെ ബോർഡുകളിലും നമുക്ക് വന്നുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തോട്ട് തന്നെ നമ്മളെല്ലാം കൊടുക്കണം എന്നുള്ളതാണ്. അവിടെ നിന്ന് ഇപ്പോൾ സ്പീക്കർ ഔട്ട് ഇവിടെ ആണെങ്കിൽ ഗ്രൗണ്ട് ഇവിടെ നിന്ന് എടുക്കണം, അങ്ങനെയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്തിട്ട് അവർ വളരെ വ്യക്തമായിട്ടൊരു രീതിയിലാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പീക്കർ ഔട്ട്പുട്ടും ഇൻപുട്ടും സപ്ലൈ എല്ലാം ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഇവിടെ നമുക്ക് മറ്റേ 3 പിൻ വെച്ചൊരു കണക്ടറോ അല്ലെങ്കിൽ ഹോൾഡറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് വളരെ ഈസി, സ്ക്രൂ ടെർമിനൽ വരുന്നത് അതൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റുന്ന രീതി തന്നെയാണ് വരുന്നത്. ഇത് ഒരു സിമ്പിൾ സർക്യൂട്ടാണ്. നല്ല സക്സസ് ആയിട്ടുള്ള ഒരു സിമ്പിൾ സർക്യൂട്ടിലാണ് ഇവർ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് മാർക്കറ്റിലൊരു പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു 800 രൂപയ്ക്കകത്തുള്ള പ്രൈസിലാണ് ഇപ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ബോർഡ് ആവശ്യമാണെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്താൽ മതി. 800 രൂപയ്ക്കകത്തായിരിക്കും ഇതിൻ്റെ വില വരുന്നത്. പ്ലസ് ഒരു കൊറിയർ ചാർജ് ഒരു 60-70 രൂപ ഇതിന് പ്ലസ് ഒരു കൊറിയർ ചാർജും കൂടെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വില കുറച്ച് നമുക്ക് തരാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഇപ്പോൾ വരുന്നത്. കാര്യം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട്ടിൽ ചിലപ്പോൾ ഇതിന് കുറച്ച് വില കുറവായിരിക്കാം. പക്ഷേ നമുക്ക് ട്രിവാൻഡ്രത്ത് അല്പം വില മറ്റുള്ള സ്ഥലങ്ങളിൽ അപേക്ഷിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ കൂടുതലായിരിക്കാം. കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഷിപ്പിംഗ് ചാർജ്, നമുക്ക് കിട്ടുന്ന ചാർജ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്കിവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ആണ് ആ ഒരു പ്രൈസിന് വ്യത്യാസം വരുന്നത്. എന്നാലും 800 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് തരാനായിട്ട് പറ്റും. പ്ലസ് ഒരു ഷിപ്പിംഗ് ചാർജ്, അങ്ങനത്തെ കൊറിയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചാർജും കൂടെ നമുക്ക് ഇതിനകത്ത് വരുന്നതാണ്. കൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന സപ്ലൈ എന്ന് പറയുമ്പോൾ 27/27, അതൊരു 35 വോൾട്ട് അല്ലെങ്കിൽ 40 വോൾട്ട് വരെ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. 40 വോൾട്ടിൽ കൊടുക്കുന്ന സമയത്ത് പിന്നെ ഒരു 8 ohmസിൽ പോകുന്നതായിരിക്കും നല്ലത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം പർപ്പസിന് 8 ohms സബ് വൂഫർ തന്നെ ധാരാളമാണ്. ഈ പറയുന്ന പോലെ 8 ohmസിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 100-120 വാട്ട്സ് എന്തായാലും കിട്ടും ഇതിനകത്തുനിന്നും. 4 ohmസിലാണെങ്കിൽ ഒരു 180-170 വാട്ട്സ് ഒക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ സിമ്പിൾ സർക്യൂട്ട് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല വർക്കിംഗ് ആണ്. ഒരുപാട് ആൾക്കാർ വളരെ വർഷങ്ങളായിട്ട് അവർ ഇറക്കുന്ന ശക്തിയുടെ കമ്പനി നമുക്കറിയാം, വളരെ വർഷങ്ങളായിട്ട് മുമ്പേ ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു വിശ്വസ്തത എല്ലാവർക്കും ഉള്ളൊരു കമ്പനിയും കൂടെയാണ് ശക്തിക്ക്. ഇപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയാലും ഇപ്പോൾ വളരെ ഇതായിട്ടുള്ള കമ്പോണൻസാണ്, വളരെ കുറച്ച് ഇതായിട്ടുള്ള കമ്പോണൻസാണ് ഇതിനകത്ത് വരുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും പറ്റിയാലും നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയാൽ പോലും നമുക്ക് തന്നെ ഒരു പക്ഷേ വളരെ ഇതായിട്ടുള്ള കോംപ്ലിക്കേഷനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. വളരെ ഈസിയായിട്ട് നമുക്ക് തന്നെ ഇത് ശരിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു കാര്യമാണ് ശക്തിയെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ കുറച്ച് ഗെയിൻ ചില ആൾക്കാർ പറയുന്നുണ്ട്, ഗെയിൻ കുറച്ച് കുറവാണെന്നുള്ളത് ചില ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നല്ല ഗെയിനുള്ളൊരു സബിൻ്റെ ഫിൽറ്ററോ ഒരു ഗെയിനർ ബോർഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് ഇവിടെ നിന്ന് മാറി കിട്ടും എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ റിവ്യൂ ഇത്രയും തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.